ഉമൽകുവൈൻ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. VS രാഷ്ട്രീയ കേരളത്തിന് നൽകിയ സംഭാവനകൾ പങ്കെടുത്തവർ അനുസ്മരിച്ചു. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയും സമരനേതാവുമായിരുന്ന VS അച്യുതാനന്ദനെ അനുസ്മരിക്കുകയാണ് പ്രവാസ ലോകവും. വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ ഉമൽകുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സജാദ് നാട്ടിക അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഉജ്ജ്വല സമര പാരമ്പര്യത്തിന്റെയും അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു നമ്മോട് വിട പറഞ്ഞുപോയ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ. ദേശീയ സ്വാതന്ത്ര്യ സമരഘട്ടത്തെ വർത്തമാനകാല രാഷ്ട്രീയവുമായി ഇണക്കി നിർത്തിയ മൂല്യവത്തായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമാണ് അസ്തമിച്ചത്. അനുസ്മരണ യോഗത്തിൽ NDP ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ മുഖ്യപ്രഭാഷണം നടത്തി. ജനനം ജനനം മൃതിയുടെ ജനനം, മൃതി എന്നാലോ ജനനത്തിന് മരണം. ജനനം ജനനം മൃതിയുടെ ജനനം, മൃതി എന്നാലോ ജനനത്തിന് മരണം. വളരെ നിസ്സാരമായ മനുഷ്യ ജീവിതത്തെ അടയാളപ്പെടുത്തിയ ഇത്രയും നല്ല ഒരു കവിത മലയാളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. വളരെ നിമിഷാന്തരങ്ങളുടെ മാത്രം വലിപ്പമുള്ള ഒരു ജീവിതമാണ് എല്ലാം. അതിനെ ചിലർ ജന്മം കൊണ്ട് മഹത്തരമാകും, മറ്റു ചിലർ അതിനെ കർമ്മം കൊണ്ട് മഹത്തരമാകും. VS അച്യുതാനന്ദൻ തന്റെ ജീവിതത്തെ 101 വർഷം നീണ്ടുനിന്ന കർമ്മത്തിലൂടെ മഹത്തരമാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളിയായി അദ്ദേഹം മരണം കൊണ്ട് മാറിയിരിക്കുകയാണ്. മാസ് UAE സെൻട്രൽ സെക്രട്ടറി ബിനു കോറം, ഇൻകാസ് UAE സെൻട്രൽ സെക്രട്ടറി നാസർ അൽദാന, ഉമൽകുവൈൻ KMCC സ്റ്റേറ്റ് കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് അഷ്കർ അലി തിരുവത്ര, അജ്മാൻ ഉമൽകുവൈൻ യുവകലാ സാഹിതി ജോയിന്റ് സെക്രട്ടറി നിഹാസ് അബ്ദുൽ ഭാഗിദ് എന്നിവർ അനുശോചന പ്രസംഗം നടത്തി. അച്യുതാനന്ദൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഊക്കി വിളിക്കുന്നു, സ്കൂളിലേക്ക് വരേണ്ടതില്ല എന്നാണ് പറയുന്നത്. അച്യുതാനന്ദന്റെ അച്ഛൻ ആ കാലത്ത് വേലിക്കകത്ത് ശങ്കരൻ, അദ്ദേഹം ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിന്റെ പ്രസിഡന്റും അവിടെയുള്ള ഒരു അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റും കൂടിയായിരുന്നു. അത്യാവശ്യം സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെടുമായിരുന്നു. അദ്ദേഹം തൻ്റെ മകനെ ഉണ്ടാക്കി കൊടുത്തത് ഒരു അരഞ്ഞാണമായിരുന്നു. ഇനിയും നിനക്കെതിരെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് പ്രതിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന മകന് തീർത്തു കൊടുത്തിട്ടുള്ള സൈക്കിൾ ചെയിൻ പോലെയുള്ള ഒരു അരഞ്ഞാണത്തിൽ തൊട്ടുകൊണ്ടായിരുന്നു, പ്രതിരോധിച്ചുകൊണ്ടായിരുന്നു അച്യുതാനന്ദൻ വിപ്ലവ പോരാട്ട വീര്യത്തിലൂടെ കടന്നു വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ സമര നൂറ്റാണ്ട് എന്ന പുസ്തകത്തിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഉമൽകുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികളായ മുഹമ്മദ് മുഹിദ്ദീൻ, റാഷിദ് പൊന്നാട്ടി എന്നിവർ സംസാരിച്ചു. NTV ഉമൽകുവൈൻ.